ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള പുട്ടുണ്ടാക്കാമെന്നതാണ്. അതും അരിപ്പൊടിയോ വെള്ളമോ ഒട്ടും ചേർക്കാതെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കാര്യം നേരത്തെ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചോറ് ബാക്കി വരുമല്ലോ, ആ ചോറ് എടുത്തിട്ട് ഒരു ടിന്നിലാക്കി അടച്ചിട്ട് ഫ്രീസറിലോട്ട് വെക്കണം. അങ്ങനെ മിനിമം 24 ഹവേഴ്സെങ്കിലും ഫ്രീസറിലിരുന്ന ചോറായിരിക്കണം നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യം. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന റൈസാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് റവ വേണം 1 കപ്പോളം, തേങ്ങ വേണം 1 കപ്പോളം. നമ്മളിപ്പോൾ രാവിലെയാണ് പുട്ടുണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഫ്രീസറിൽ നിന്ന് അതെടുത്തിട്ട് പുറത്തോട്ട് വെക്കണം. അങ്ങനെ പുറത്തോട്ട് വയ്ക്കുമ്പോൾ രാവിലെ അതിൻ്റെ ഐസൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഐസ് മാറിയ ചോറാണിത്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പോവുകയാണിത്. മാക്സിമം പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് കളയണം. വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് പോയാലേ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് പൊടിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചോറ് കട്ട പോലെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറുണ്ടല്ലോ, ചെറിയ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുക. നിങ്ങളുടെ മിക്സിയിൽ പൾസ് മോഡ് എന്നുള്ളൊരു മോഡ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് കറക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ട് വരും. അതിങ്ങനെ നമ്മൾ കുറേ നേരം കറക്കി കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് മിക്സിയുടെ പൾസ് മോഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കറക്കി കറക്കി എടുത്തിരിക്കുന്ന പൊടിയാണിത്. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ പൊടിക്കുമ്പോൾ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് വരും. ബാക്കി ചോറ് നമുക്ക് അതുപോലെ എടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത് ബാക്കി ചോറ് ഞാൻ അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത്ര നമുക്ക് ആവശ്യം വരില്ല. നമുക്ക് എന്തോരെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് നോക്കാം. പൊടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ടയായിട്ട് വരുമ്പോൾ അതാണ് നമ്മുടെ പുട്ട് നനക്കണതിൻ്റെ പാകം കറക്റ്റായിട്ട് വരുന്നത്. കുറച്ചുകൂടി റവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1/2 കപ്പ് റവ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 കപ്പ് ചോറിന് 1/2 കപ്പ് റവ. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇടുമ്പോൾ എപ്പോഴും നന്നായിട്ട് തിരുമിയിട്ട് കൈകൊണ്ട് തിരുമിയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. പുട്ടിനൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും തിരുമിയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ പുട്ടിന് നല്ലൊരു സ്വാദൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുട്ട് മേക്കറിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെ മേക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിൻ്റെ മീതെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചിരട്ടപ്പുട്ട് മേക്കർ ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് തേങ്ങ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ടിങ്ങനെ പൊടി ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. അതിൻ്റെ മീതെ കുറച്ച് തേങ്ങയും കൂടി യൂസ് ചെയ്യാം. തേങ്ങയ്ക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് കുക്കറിൻ്റെ മീതെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഒന്ന് തിളച്ച ആവി വരുമ്പോൾ പുട്ടുമേക്കർ ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് തിളച്ചിട്ട്. ഇനി അതിൻ്റെ മീതേക്ക് പുട്ടുമേക്കർ വെച്ച് കൊടുക്കാം.
ഇപ്പോൾ പുട്ടിൽ നിന്ന് ഇങ്ങനെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. മാക്സിമം ഒരു 2 മിനിറ്റ് മതിയാവും, അതിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ നല്ല ആവി വറക്കുന്ന നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പൊടിയും നമുക്ക് പുട്ട് ചുട്ടെടുക്കാം ഇതുപോലെ. ഇപ്പോൾ ഞാൻ ബാക്കി പൊടി വെച്ചിട്ട് എല്ലാ പുട്ടും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് 2 കപ്പ് റൈസിൽ നിന്ന് ഏകദേശം 3 കണയോളം പുട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുട്ടാണിത്. ഇതിപ്പോൾ നമ്മൾ അരിപ്പൊടിക്ക് പകരം റവയാണ് ചേർത്തിരിക്കുന്നത്. അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പുട്ട് കുറച്ച് ഹാർഡാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ റവ ചേർത്തുണ്ടാക്കുന്ന പുട്ടാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വൈകിട്ട് വരെ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾ ഇനി അടുത്ത തവണ പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.